2027 മാർച്ച് ഫെബ്രുവരി മാസങ്ങളിലാണ് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. അതിശക്തമായ പ്രവർത്തനങ്ങളാണ് യു.പിയിൽ കാഴ്ചവെക്കുന്നത്. പക്ഷേ യു.പിയിൽ ഇത്തവണ ബി.ജെ.പിക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് അമിത്ഷാ അടക്കമുള്ള ബി.ജെ.പി. നേതാക്കൾ. ഇപ്പോൾ ബീഹാറിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഈ നിതിൻ നബീൻ ബി.ജെ.പി. ദേശീയ പ്രസിഡൻ്റായി മാറിയ ഘട്ടത്തിലുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പി. പരാജയപ്പെട്ടത്. അപ്പോൾ ഇത് ബി.ജെ.പിക്ക് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ എന്നുള്ള ചർച്ചകളിലാണ് ഇപ്പോൾ ബി.ജെ.പി. ദേശീയ നേതൃത്വവും ഉത്തർപ്രദേശ് സംസ്ഥാന നേതൃത്വവും. അതായത് മുന്നാക്ക ജനവിഭാഗങ്ങൾ, യു.പിയിൽ മുന്നാക്ക ജനവിഭാഗങ്ങൾ, അതായത് ഈ സവർണ ജനവിഭാഗങ്ങൾ ബി.ജെ.പിക്ക് എതിര് നിൽക്കുന്നു, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് എതിർത്ത് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഒരു സംഭവമാണ് ബീഹാറിൽ ഉണ്ടായത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ, രാഷ്ട്രീയ റിപ്പോർട്ടാണ് ഇപ്പോൾ ബി.ജെ.പി. ദേശീയ ഘടകത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സവർണ വിഭാഗങ്ങൾ എതിര് നിന്നാൽ ബി.ജെ.പി. തീർച്ചയായിട്ടും ഉത്തർപ്രദേശിൽ വലിയ തിരിച്ചടി നേരിടും എന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നു. ബീഹാറിലെ ഉപതെരഞ്ഞെടുപ്പ് പരാജയം ഉത്തർപ്രദേശിലും മുന്നറിയിപ്പാണെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ മുന്നാക്ക ജാതി വിഭാഗങ്ങളുടെ അതൃപ്തി തിരിച്ചടിയാകും എന്ന ആശങ്കയിൽ കൂടിയാണ് ഇപ്പോൾ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പ്രതിനിധീകരിച്ചിരുന്ന ബീഹാറിലെ ബങ്കിപ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പിക്ക് പരാജയം സംഭവിച്ചത്. പരമ്പരാഗത വോട്ട് ബാങ്കായ മുന്നാക്ക വിഭാഗങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ടതിനാലാണ് ബി.ജെ.പി. നേതൃത്വം ഇത്തരത്തിൽ ഒരു പരാജയം നേരിടാൻ കാരണം എന്ന് വിലയിരുത്തപ്പെടുന്നു. യു.പിയിലും സമാനമായ ഈ ഒരു അവസ്ഥയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. നിലവിലെ UGC ചട്ടങ്ങളോടുള്ള മുന്നാക്ക ജാതി വിഭാഗങ്ങളുടെ അതൃപ്തിയാണ് പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് ബി.ജെ.പി. തിരിച്ചറിയുന്നു. യു.പിയിലും സമാനമായ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്കയുടെ പ്രധാന കാരണവും ഈ തിരിച്ചറിവാണ്. UGC ചട്ടങ്ങളോടുള്ള അല്ലെങ്കിൽ ചട്ടങ്ങൾക്കെതിരെ യു.പിയിലും ഒക്കെ തന്നെ മുന്നാക്ക ജാതി വിഭാഗങ്ങൾ പ്രതിഷേധത്തിലാണ്. ബ്രാഹ്മണ ഠാക്കൂർ വിഭാഗങ്ങളിൽപ്പെട്ട ഉത്തർപ്രദേശിലെ നിരവധി മേൽജാതി വിഭാഗങ്ങൾക്കിടയിൽ UGC ചട്ടങ്ങൾക്കെതിരെ കടുത്ത അതൃപ്തി നിലനിൽക്കുന്നു എന്ന് ബി.ജെ.പി. നേതാക്കൾ തന്നെ പറയുന്നു. ഉത്തർപ്രദേശിൽ ബി.ജെ.പി. പ്രതിസന്ധിയിലായിരുന്ന കാലത്തും രാമജന്മഭൂമി പ്രസ്ഥാനത്തിൻ്റെ സമയത്തുമൊക്കെ മുന്നാക്ക ജാതികൾ ബി.ജെ.പിക്കൊപ്പം ഉറച്ചു നിന്നിരുന്നു. പക്ഷേ ഈ ഒരു അവസരത്തിൽ UGC നിയമങ്ങളുടെ അല്ലെങ്കിൽ ചട്ടമാറ്റങ്ങളുടെയൊക്കെ തന്നെ ഭാഗമായിട്ട് ഈ മുന്നാക്ക ജനവിഭാഗങ്ങൾ എതിര് നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി വിലയിരുത്തിക്കൊണ്ടാണ് അമിത്ഷാ ഇപ്പോൾ പുതിയ തന്ത്രങ്ങൾ മെനയാൻ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട്. OBC വിഭാഗവും ദളിത് വിഭാഗങ്ങളും ബി.ജെ.പിക്ക് പിന്നിൽ വലിയ തോതിൽ ഏകീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അന്നു മുതൽ ബി.ജെ.പിയുടെ വോട്ടിംഗ് അടിത്തറയായ മുന്നാക്ക ജാതിക്കാരെ ബാധിക്കുന്ന നിലയിൽ UGC ചട്ടങ്ങൾ നടപ്പിലാക്കിയത് എന്തിനാണ് എന്ന ചോദ്യമാണ് മുന്നോക്ക ജാതികളിൽ നിന്നുള്ള പ്രാദേശിക നേതാക്കളും ഉയർത്തുന്നത്. UGC ചട്ടങ്ങളും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയും പോലുള്ള വിഷയങ്ങളിൽ പാർട്ടി പ്രവർത്തകർക്ക് ജനങ്ങളോട് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന വികാരം താഴെത്തട്ട് മുതലുള്ള നേതാക്കൾ പങ്കുവയ്ക്കുന്നതായും റിപ്പോർട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ശക്തമായ തിരിച്ചടിയാണ് സത്യം പറഞ്ഞാൽ ബി.ജെ.പിക്ക് ഉണ്ടായത്. ഉദ്ദേശിച്ച അത്ര വോട്ടുകൾ നേടാനും സീറ്റുകൾ നേടാനും സാധിച്ചില്ല. യു.പി. പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് യു.പിയിൽ വളരെ കഷ്ടിച്ചാണ് ബി.ജെ.പി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ബി.ജെ.പിക്ക് നേരത്തെ മോദി പറഞ്ഞതുപോലെ 400+ സീറ്റൊക്കെ തന്നെ ലഭിക്കുമായിരുന്നു എന്നും വിലയിരുത്തപ്പെടുന്നു. ഇപ്പോൾ മുന്നാക്ക ജനവിഭാഗങ്ങളെയും പിന്നാക്ക ജനവിഭാഗങ്ങളെയും ഒക്കെ ഒരേ രീതിയിൽ പ്രീണിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ഏകീകരിച്ചുകൊണ്ട് തീർച്ചയായും മുന്നോട്ട് പോയാൽ മാത്രമേ ബി.ജെ.പിക്ക് യു.പിയിൽ ശക്തമായൊരു വിജയമുണ്ടാക്കാൻ സാധിക്കൂ. യോഗി ആദിത്യനാഥ് എന്ന ഒരു മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ യു.പിയിൽ ബി.ജെ.പി. നിലനിൽക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയും RSSൻ്റെ പിന്തുണയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ 2027 മാർച്ച് മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു.പി. പിടിക്കാൻ ഇവർക്ക് സാധിക്കൂ. ഇത്രയും സംസ്ഥാനങ്ങളൊക്കെ പിടിച്ചിട്ടും സഖ്യകക്ഷികളാണെങ്കിലും അവരോട് ചേർന്നാണെങ്കിലും പിടിച്ചിട്ടും യു.പി. നഷ്ടപ്പെടുകയാണെങ്കിൽ ബി.ജെ.പിക്ക് വലിയ ഒരു തിരിച്ചടിയാകും എന്നും കണക്കുകൂട്ടപ്പെടുന്നു. പിന്നെ യു.പിയെ സംബന്ധിച്ച് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും BSPയും ഒന്നും ചിത്രത്തിലേ ഇല്ല. ഇന്ത്യ മുന്നണി ചിത്രത്തിലേ ഇല്ല. അവർക്ക് ഒരു വോട്ട് സ്വാധീനമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സ്വാധീനമോ ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ബി.ജെ.പിക്ക് നേരിയ ഒരു ഭൂരിപക്ഷത്തിനെങ്കിലും യു.പിയിൽ ജയിക്കാൻ സാധിക്കും എന്ന വിലയിരുത്തലും ഇതിനോടൊപ്പം നടത്തുന്നുണ്ട്.